പ്രിയ പ്രേക്ഷകരെ, സമീപകാലത്തായി നിങ്ങൾ നമ്മുടെ മലയാളം വാർത്താ ചാനലുകൾ സ്ഥിരമായി കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ മുൻപില്ലാത്ത എന്തെങ്കിലും ഒരു മാറ്റം, ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ ഇടപെടലിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ മാറ്റം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പതിവ് ബഹളങ്ങളില്ല, അനാവശ്യമായ തർക്കങ്ങളില്ല, പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കാൻ വേണ്ടിയുള്ള അതിശയോക്തി കലർന്ന ബ്രേക്കിംഗ് ന്യൂസുകളില്ല, സ്ക്രീനിൽ പൊട്ടിത്തെറിക്കുന്ന ഗ്രാഫിക്സുകളില്ല. എന്തുകൊണ്ടായിരിക്കും വാർത്താ ചാനലുകൾ പെട്ടെന്ന് ഇത്ര ശാന്തരായത്? പ്രേക്ഷകരെ ചാനലിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള കലർപ്പുകൾക്കും മറ്റ് ഗിമ്മിക്കുകൾക്കും എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു അവധി നൽകിയിരിക്കുന്നത്? അതിനുള്ള ഉത്തരം ഒരൊറ്റ വാക്കിലാണ് ഒളിഞ്ഞിരിക്കുന്നത്: റേറ്റിംഗ്. അത് ടെലിവിഷൻ ലോകത്തെ ജനപ്രിയതയുടെയും അതിജീവനത്തിൻ്റെയും ഏക അളവുകോലായ ബാർക്ക് റേറ്റിംഗ് അഥവാ TRP കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിലച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഇന്ത്യയിലെ ന്യൂസ് ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഔദ്യോഗികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ന് വരെ അത് പുനഃസ്ഥാപിച്ചിട്ടുമില്ല. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ വാർത്താ മുറികൾക്ക് ഇപ്പോൾ ഈ കാണുന്ന താൽക്കാലിക ശാന്തത കൈവന്നിരിക്കുന്നത്. റേറ്റിംഗ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മത്സരിക്കുന്നത് എന്നൊരു ചിന്തയാകാം ഒരുപക്ഷെ ചാനലുകളെ ഈ പുതിയ ശൈലിയിലേക്ക് മാറാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ ഈ റേറ്റിംഗ് നിരോധനം ചാനലുകൾക്കുണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി ചില്ലറയല്ല. റേറ്റിംഗ് ഡാറ്റ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് പരിപാടിയാണ് ആളുകൾ കാണുന്നത്, ഏത് അവതാരകനെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്നൊന്നും കൃത്യമായി മനസ്സിലാക്കാൻ ചാനൽ മേധാവികൾക്ക് കഴിയുന്നില്ല. അതിനേക്കാൾ ഉപരി പരസ്യ വരുമാനത്തെ അത് വല്ലാത്ത രീതിയിൽ ബാധിച്ചിരിക്കുന്നു. പരസ്യദാതാക്കൾ പണം മുടക്കുന്നത് TRPയുടെ അടിസ്ഥാനത്തിലാണ്. തങ്ങളുടെ ചാനലാണ് ഒന്നാമത് എന്ന് അവകാശപ്പെടാൻ ആർക്കും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കോടിക്കണക്കിന് രൂപയുടെ പരസ്യ വിപണിയാണ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ബാർക്ക് റേറ്റിംഗ് പെട്ടെന്ന് നിർത്തിവച്ചതെന്ന് നോക്കാം. മാർച്ച് മാസത്തിൽ പശ്ചിമേഷ്യയിൽ, പ്രത്യേകിച്ച് ഇറാൻ അമേരിക്ക സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം. ആഗോളതലത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുമ്പോൾ ഇന്ത്യയിലെ ചില വാർത്താ ചാനലുകൾ ഈ യുദ്ധവാർത്തകളെ അതീവ നാടകീയമായി ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. വെറും റേറ്റിംഗിന് വേണ്ടി മാത്രം യുദ്ധഭീതി വിറ്റഴിക്കുന്ന ഈ പ്രവണത അതിരുവിട്ടപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടത്. അതിശയോക്തി കലർത്തിയുള്ള ഇത്തരം വാർത്താ അവതരണങ്ങൾക്ക് തടയിടാൻ മാർച്ച് 6-ന് ന്യൂസ് ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗ് പ്രസിദ്ധീകരിക്കുന്നത് മന്ത്രാലയം താൽക്കാലികമായി വിലക്കി. ആദ്യം 4 ആഴ്ചത്തേക്കായിരുന്നു വിലക്കെങ്കിലും പിന്നീടത് പല തവണയായി നീട്ടിക്കൊണ്ടുപോയി. റേറ്റിംഗ് എന്ന് പുനഃസ്ഥാപിക്കുമെന്നതിനെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ജൂലൈ അവസാനത്തോടെയോ ഓഗസ്റ്റ് മാസത്തിലോ ബാർക്ക് റേറ്റിംഗ് ഒരു പുതിയ രൂപത്തിൽ പുതിയ പോളിസികളോടെ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റേറ്റിംഗ് ഇല്ലാത്ത ഈ കാലയളവിൽ മാധ്യമങ്ങൾ വെറുതെ ഇരിക്കുകയാണെന്ന് കരുതരുത്. ടെലിവിഷൻ സ്ക്രീനിലെ യുദ്ധം നിലച്ചപ്പോൾ അവർ പുതിയൊരു യുദ്ധഭൂമി കണ്ടെത്തിക്കഴിഞ്ഞു. അതാണ് ഡിജിറ്റൽ ലോകം. ഇപ്പോൾ മാധ്യമങ്ങൾ കൂടുതലും ആശ്രയിക്കുന്നത് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളെയാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാ മലയാളം വാർത്താ ചാനലുകളും. ആരുടെ ലൈവിലാണ് കൂടുതൽ ആളുകളുള്ളത്, ആരുടെ യൂട്യൂബ് വീഡിയോയ്ക്കാണ് കൂടുതൽ വ്യൂസ് ഉള്ളത് എന്നതൊക്കെയാണ് ഇപ്പോൾ അവരുടെ പുതിയ റേറ്റിംഗ് മാനദണ്ഡം. എങ്ങനെയെങ്കിലും ഡിജിറ്റൽ ലോകത്ത് തങ്ങളുടെ സാന്നിധ്യം അറിയിച്ച് റേറ്റിംഗ് തിരികെ വരുന്നത് വരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് കേരളത്തിലെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളും. എന്നാൽ ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരാനിരിക്കുന്നതേയുള്ളൂ. ബാർക്ക് റേറ്റിംഗ് പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ അത് വെറുമൊരു കണക്കുകളുടെ തിരിച്ചുവരവ് മാത്രമായിരിക്കില്ല, മറിച്ച് മലയാള വാർത്താ മാധ്യമങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അട്ടിമറിയുടെ, ഒരു പൊളിച്ചെഴുത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയായിരിക്കും അത്. അതെ, വരാനിരിക്കുന്ന റേറ്റിംഗിൽ മലയാള വാർത്താ ചാനലുകളുടെ സ്ഥാനങ്ങളിൽ ഒരു ഭൂകമ്പം തന്നെ സംഭവിക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന കൃത്യമായ സൂചനകൾ വ്യക്തമാക്കുന്നത്. ഈ മാറ്റത്തിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ബാർക്ക് റേറ്റിംഗ് നിർത്തിവച്ച സമയത്തെ പഴയ കണക്കുകൾ നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. അന്ന് പതിവ് പോലെ ഏഷ്യാനെറ്റ് ന്യൂസ് മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ദൂരത്തിൽ 1-ാം സ്ഥാനത്ത് സിംഹാസനം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ യഥാർത്ഥ പോരാട്ടം നടന്നിരുന്നത് 2-ാം സ്ഥാനത്തിന് വേണ്ടിയായിരുന്നു. ദീർഘകാലമായി ആ സ്ഥാനം നിലനിർത്തിയിരുന്ന 24 ന്യൂസിനെ വിറപ്പിച്ചുകൊണ്ട് പുതിയ രൂപത്തിലും ഭാവത്തിലും എത്തിയ റിപ്പോർട്ടർ TV ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അന്ന് കാഴ്ചവച്ചിരുന്നത്. ചില ആഴ്ചകളിൽ 24 ന്യൂസിനെ കടത്തിവെട്ടി റിപ്പോർട്ടർ TV 2-ാം സ്ഥാനത്തേക്ക് കയറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഒരു വമ്പൻ കുതിപ്പിൻ്റെ വക്കിലായിരുന്നു അന്ന് റിപ്പോർട്ടർ TV. പക്ഷേ ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. റേറ്റിംഗ് പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ മലയാളത്തിലെ മുൻനിര ദൃശ്യമാധ്യമമായ 24 ന്യൂസ് അക്ഷരാർത്ഥത്തിൽ ഒരു വൻമരമായി മാറും എന്നാണ് സൂചനകൾ.
ചിലപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ അവർ കടന്നു വന്നേക്കാം, അല്ലെങ്കിൽ തങ്ങളുടെ ആധിപത്യം എന്നേക്കുമായി അവർ ഉറപ്പിച്ചേക്കാമെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ. കാരണം ആ രീതിയിലുള്ള പരിപാടികൾ സംപ്രേഷണം ചെയ്യാൻ 24 ശ്രമിക്കുന്നുണ്ട്. അത് സാധാരണക്കാരായ ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി നേരിടാൻ പോകുന്നത്, ഏറ്റവും വലിയ തകർച്ച അഭിമുഖീകരിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, അത് റിപ്പോർട്ടർ TV ആയിരിക്കും. അതെ, ഒരു വലിയ കുതിപ്പിന് തയ്യാറെടുത്തിരുന്ന റിപ്പോർട്ടർ TV 3ാം സ്ഥാനത്തേക്കോ ചിലപ്പോൾ അതിനും താഴേക്കോ വലിയ രീതിയിൽ പിന്തള്ളപ്പെടാമെന്നുള്ള സാധ്യതകളാണ് ഡിജിറ്റൽ മാധ്യമ ലോകത്തെ പ്രഗത്ഭർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ TVക്ക് പെട്ടെന്ന് ഇത്തരമൊരു തിരിച്ചടി നേരിടാൻ പോകുന്നത്? ഉത്തരം ലളിതമാണ്. റിപ്പോർട്ടർ TVയുടെ ഏറ്റവും വലിയ കരുത്തായിരുന്ന, അവരുടെ സ്ഥിരം ഓഡിയൻസ് ആയിരുന്ന ഇടതുപക്ഷ അനുകൂലികൾ ആ ചാനലിൽ നിന്നും വലിയ രീതിയിൽ കൊഴിഞ്ഞു പോക്ക് നടത്തിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു കാലത്ത് ഇടതുപക്ഷ ശബ്ദങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്ന, അവർക്ക് സുരക്ഷിതമായ ഒരു ഇടം നൽകിയിരുന്ന ചാനലായിരുന്നു റിപ്പോർട്ടർ. എന്നാൽ ഇന്ന് ആ പ്രേക്ഷകർ ഒന്നടങ്കം ആ ചാനൽ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ അനുകൂലികൾ ഒന്നടങ്കം റിപ്പോർട്ടർ TVയിൽ നിന്നും മാറി നിൽക്കുന്നത്? ആ ചോദ്യത്തിന് കേരളത്തിലെ മാധ്യമ നിരീക്ഷകർക്ക് നൽകാനുള്ളത് ഒരേ ഒരു ഉത്തരമാണ്: സ്മൃതി പരുത്തിക്കാട്. അതെ, റിപ്പോർട്ടർ TVയുടെ പ്രൈം ടൈം ചർച്ചകൾ നയിക്കുന്ന സ്മൃതി പരുത്തിക്കാടിൻ്റെ സമീപനങ്ങളാണ് ഈ വലിയ കൊഴിഞ്ഞുപോക്കിന് പ്രധാന കാരണം. സ്മൃതിയുടെ പരസ്യമായ ഇടതുപക്ഷ വിരുദ്ധതയും അതേസമയം തന്നെ പ്രകടമാക്കുന്ന കോൺഗ്രസ് അനുകൂല മനോഭാവവും പ്രേക്ഷകർ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു വാർത്താ അവതാരക പുലർത്തേണ്ട നിഷ്പക്ഷതയ്ക്ക് പകരം പലപ്പോഴും തൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ ചായ്വുകൾ സ്ക്രീനിൽ പ്രകടിപ്പിക്കുന്നു എന്നതാണ് പ്രധാന വിമർശനം. ചർച്ചയ്ക്ക് വരുന്ന ഇടതുപക്ഷ പ്രവർത്തകരെ നിരന്തരം പരിഹസിക്കുകയും അവരെ സംസാരിക്കാൻ അനുവദിക്കാതെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന നിലപാടാണ് പലപ്പോഴും സ്മൃതി പരുത്തിക്കാട് സ്വീകരിക്കുന്നത്. ഉദാഹരണത്തിന്, സമീപകാലത്ത് നടന്ന ചില സുപ്രധാന രാഷ്ട്രീയ വിവാദങ്ങളിലെ ചർച്ചകൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. പാനൽ ഡിസ്കഷനിൽ ഒരു കോൺഗ്രസ് പ്രതിനിധി സംസാരിക്കുമ്പോൾ വളരെ ശാന്തമായി അനുഭാവപൂർവ്വം കേട്ടിരിക്കുന്ന അവതാരക ഒരു ഇടതുപക്ഷ പ്രതിനിധി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിരന്തരം ഇടപെടുകയും അവരുടെ വാദങ്ങളെ പരിഹാസ രൂപേണ തള്ളിക്കളയുകയും ചെയ്യുന്ന കാഴ്ച സ്ഥിരമായിരിക്കുന്നു. ഒരു വ്യക്തമായ ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം നൽകാൻ തുടങ്ങുമ്പോഴേക്കും മൈക്ക് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്ത ചോദ്യം ചോദിച്ചവരെ ആശയക്കുഴപ്പത്തിലാക്കുകയോ ചെയ്യുന്ന ഒരു തന്ത്രമാണ് അവിടെ പയറ്റുന്നത്. നിങ്ങൾ പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെയുള്ള കുത്തുവാക്കുകളിലൂടെ അതിഥികളെ അപമാനിക്കുന്ന ഇത്തരം ശൈലികൾ ഇടതുപക്ഷ പ്രേക്ഷകരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ നേതാക്കളെയും പ്രതിനിധികളെയും വിളിച്ചു വരുത്തി നിരന്തരം അപമാനിക്കുന്ന ഒരു ചാനൽ എന്തിന് കാണണമെന്ന ചിന്തയാണ് ആത്യന്തികമായി അവരെ റിപ്പോർട്ടറിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതേസമയം മറുവശത്ത് മറ്റൊരു വലിയ മാറ്റം കൂടി സംഭവിക്കുന്നുണ്ട്. ബാർക്ക് റേറ്റിംഗ് പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ സുജയ പാർവതിയുടെ നേതൃത്വത്തിലുള്ള വാർത്താ ചാനൽ, അതായത് ബിഗ് ന്യൂസ് ലൈവ്, മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുമെന്നാണ് ശക്തമായി പ്രതീക്ഷിക്കപ്പെടുന്നത്. വളരെ കൃത്യമായ മൂർച്ചയേറിയ എന്നാൽ പ്രേക്ഷകർക്ക് കണക്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സുജയയുടെ അവതരണ ശൈലി വലിയൊരു വിഭാഗം പുതിയ പ്രേക്ഷകരെ ആകർഷിച്ചിട്ടുണ്ട്. റേറ്റിംഗ് വരുമ്പോൾ സുജയ പാർവതിയുടെ ഈ ജനപ്രീതി ചാനലിന് വലിയ മുതൽക്കൂട്ടാവുകയും അവർ റിപ്പോർട്ടർ TVക്ക് ഒപ്പമോ അതല്ലെങ്കിൽ അതിന് തൊട്ടു താഴെയോ സ്ഥാനം പിടിച്ചേക്കുമെന്നും ചാനൽ അനലിസ്റ്റുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് റിപ്പോർട്ടർ TVക്ക് ഇരുട്ടടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ റിപ്പോർട്ടർ TVയിൽ നിന്നും വിട്ടുപോയ ഈ വലിയൊരു വിഭാഗം വരുന്ന ഇടതുപക്ഷ അനുകൂലികൾ എങ്ങോട്ടാണ് പോയത്? അവിടെയാണ് 24 ന്യൂസ് തങ്ങളുടെ തന്ത്രം കൃത്യമായി മെനഞ്ഞത്. റിപ്പോർട്ടറിൽ നിന്നും കൊഴിഞ്ഞുപോയ ഇടതുപക്ഷ പ്രേക്ഷകർ ഇപ്പോൾ പൂർണ്ണമായും 24 ന്യൂസിനോടാണ് താല്പര്യം കാണിക്കുന്നത്. 24 ന്യൂസിലെ വാർത്താ അവതാരകർ ഒരു പരിധിവരെ എല്ലാവർക്കും തുല്യമായ അവസരം നൽകുകയും ഒരു സമതുലിതമായ ചർച്ചാ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പഴയ പ്രേക്ഷകരെ നിലനിർത്തുന്നതിനൊപ്പം റിപ്പോർട്ടറിൽ നിന്നും വന്ന പുതിയ ഓഡിയൻസിനെ കൂടി ലഭിച്ചതോടെ 24 ന്യൂസ് സമാനതകളില്ലാത്ത വലിയൊരു മുന്നേറ്റം കാഴ്ചവച്ചേക്കുമെന്ന് മാധ്യമലോകം ഒറ്റക്കെട്ടായി ചൂണ്ടിക്കാട്ടുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, റേറ്റിംഗ് ഇല്ലാത്ത ഈ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു വലിയ കൊടുങ്കാറ്റ് ഒളിച്ചിരിപ്പുണ്ട്. ബാർക്ക് റേറ്റിംഗ് എന്ന ഡാം തുറന്നു വിടുമ്പോൾ അത് ഒഴുക്കിക്കളയാൻ പോകുന്നത് പലരുടെയും അഹങ്കാരങ്ങളെയും മുൻവിധികളെയുമാണ്. ഒരു അവതാരകയുടെ, പ്രത്യേകിച്ച് സ്മൃതി പരുത്തിക്കാടിൻ്റെ അതിരുവിട്ട CPM വിരുദ്ധതയും പരസ്യമായ കോൺഗ്രസ് അനുകൂല നിലപാടുകളും എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ മുടക്കി കെട്ടിപ്പടുത്ത ഒരു ചാനലിനെ, റിപ്പോർട്ടർ TVയെ അക്ഷരാർത്ഥത്തിൽ പിന്നിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ പാഠമായിരിക്കും വരാനിരിക്കുന്ന ബാർക്ക് റേറ്റിംഗ് ഫലങ്ങൾ. പ്രേക്ഷകരാണ് രാജാവ്. അവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന സത്യം മാധ്യമങ്ങൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തായാലും പുതിയ മാറ്റങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.